ഫോണുകൾ വാങ്ങാൻ വരട്ടെ. കാരണം ഈ മാസം ഇപ്പോൾ ഡിസംബർ അവസാനമായല്ലോ. മാത്രമല്ല 2025 അവസാനമാണ്. അടുത്ത വർഷം 2026 ജനുവരി മാസത്തിൽ ഇഷ്ടംപോലെ ഫോണുകളാണ് ഇറങ്ങുന്നത്. നിങ്ങൾ 25,000 രൂപ റേഞ്ചിലൊക്കെ ഒരു ക്യാമറ ഫോൺ നോക്കുവാണെങ്കിൽ ഇതൊക്കെ അടിപൊളി ക്യാമറ ഫോണുകളാണ്. സോ ഒട്ടനവധി നല്ല നല്ല ഫോണുകൾ വരുന്നുണ്ട്. ഈ 1-2 മാസത്തിനുള്ളിലാണ് S26 സീരീസ് ഇറങ്ങാൻ പോകുന്നത് സാംസങ്ങിൻ്റെ. സോ ഇതിനെപ്പറ്റിയുള്ള ടോട്ടൽ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുകയാണ്. ഫോണുകൾ വാങ്ങിക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ കയറി വാങ്ങിക്കേണ്ട, ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ ലിസ്റ്റ് ഒന്ന് കേട്ട് നോക്കൂ. ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെയാണ് നിങ്ങൾക്ക് താല്പര്യമാവുന്നെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നല്ല ഐറ്റം നോക്കിയിട്ട് പുതിയ ഐറ്റം നോക്കിയിട്ട് പഠിക്കാം. സോ അപ്പോൾ ആദ്യം തന്നെ റിയൽമിയുടെ ഫോണുകൾ ഒഫീഷ്യലായിട്ട് ജനുവരി 6 ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ഫോണെന്ന് നോക്കിയല്ല, റിയൽമി 16 Pro പ്ലസും 16 പ്രോയുമാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. പ്രോ സീരീസാണ്. ഇതിൽ പ്രോ പ്ലസ് എന്ന് പറയുമ്പോൾ ഒരു 30 റേഞ്ച് വരുമെന്ന് തോന്നുന്നു. അടിപൊളി സ്പെക്കിലാണ് വരുന്നത്. ക്യാമറ ഞാൻ മെയിനായിട്ട് ക്യാമറ ഫോൺ എന്ന രീതിയിലാണ് ഇതിനെ പറയുന്നത്. ഇപ്പോൾ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ ഇതിൽ മെയിനായിട്ട് പറയുന്നില്ല. പ്രോ പ്ലസിൽ 200 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറയും 8 മെഗാപിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും 50 MP 3.5x പെരിസ്കോപ്പിക് ക്യാമറയും വരുന്നുണ്ട്. 50 MP ഫ്രണ്ട് ക്യാമറയും വരുന്നുണ്ട്. അതായത് അത്യാവശ്യം നല്ല ക്യാമറ സെറ്റപ്പ് ഉള്ള ഫോണാണെന്ന്. മാത്രമല്ല ബാക്കിയുള്ള ഘടകങ്ങളും അത്യാവശ്യം നല്ലതാണ്. 6.78 ഇഞ്ച് വരുന്ന 1.5K ക്വാഡ് കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ്. 7 Gen 4 പ്രൊസസർ, 7000 mAh ബാറ്ററി, 80 വാട്ട് ചാർജിങ്, 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, ഇങ്ങനെ എല്ലാ ഘടകങ്ങളും നന്നായിട്ട് ഈ ഫോണിൽ വരുന്നുണ്ട്. സോ ഒരു ക്യാമറ സെൻട്രിക് ഫോൺ നോക്കുന്നവർക്ക് വേണമെങ്കിൽ പരിഗണിക്കാം. ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. കണ്ട് നോക്കിയിട്ട് ചൂസ് ചെയ്താൽ മതി. പിന്നെ ഇതിന്റെ പ്രോ വേരിയന്റ് 25 റേഞ്ചിൽ വരുമെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സ്പെക്ക് നല്ലതാണ്. ഇതിൽ 1.5K ഫ്ലാറ്റ് AMOLED ഡിസ്പ്ലേ ആണ്. Dimensity 7300 പ്രൊസസർ, 7000 mAh ബാറ്ററി, 80 വാട്ട് ചാർജിങ്, 200 MB മെയിൻ ക്യാമറ, 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, ഓൾറെഡി ആൻഡ്രോയിഡ് 16 വരുന്നത്. സോ ഒരു നല്ല സെറ്റപ്പാണ് 16 പ്രോയും. ക്യാമറ ഫോൺ നോക്കുന്നവരെ സംബന്ധിച്ച് ഇത് രണ്ടിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. സോ വെയിറ്റ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് റിയൽമി അല്ല ഓപ്പോയുടെ റെനോ സീരീസാണ് താല്പര്യമെങ്കിൽ റെനോ ഫോണുകൾ അടുത്ത മാസമാണ് ലോഞ്ച് ചെയ്യുന്നത്. റെനോ തവണ 3 ഫോണുകളാണ് കൊണ്ടുവരുന്നത്. റെനോ സീരീസിൽ 3 ഫോണുകളാണ് കൊണ്ടുവരുന്നത്. റെനോ 15, റെനോ 15 പ്രോ, റെനോ 15 മിനിയും വരുന്നുണ്ട്. അത് അത്യാവശ്യം നല്ല മിനിയുമാണ്. അതായത് കോമ്പാക്ട് ഫോണുകൾ ഇപ്പോൾ ഒരുപാട് പേര് ചൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടി ഓപ്പോയുടെ ഭാഗത്തുനിന്ന് ഒരു കോമ്പാക്ട് ഫോൺ വരികയാണ്. റെനോ 15 1.5K AMOLED ഡിസ്പ്ലേയും 7 Gen 4 പ്രൊസസറും, 6500 mAh ബാറ്ററി, 80 വാട്ട് ചാർജിങ്, 50 MP ക്യാമറ സെറ്റപ്പ് ഒക്കെ ആയിട്ട് റെനോ 15 അത്യാവശ്യം നല്ല സെറ്റപ്പാണ്. ഇതിന്റെ പ്രോ ആണെങ്കിലും നല്ലതാണ്. 1.5K AMOLED ഡിസ്പ്ലേ, അതുപോലെ Dimensity 8450 പ്രോസസർ, 6500 mAh ബാറ്ററി, 80 വാട്ട് ചാർജിങ്, 200 MP ക്യാമറ സെറ്റപ്പൊക്കെയാണ് പ്രോയിൽ വരുന്നത്. സോ അവരുടെ ക്യാമറ ഇപ്പോൾ Find S9 Pro ഒക്കെ ഇറങ്ങിയപ്പോൾ നമ്മൾ കണ്ടായിരുന്നു. നല്ല ക്യാമറയുള്ള ഫോണുകളാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ഇതിലും അത്യാവശ്യം നല്ലൊരു ക്യാമറ പ്രതീക്ഷിക്കാം. 200 MP ക്യാമറ സെറ്റപ്പൊക്കെയാണ്. മിനി ഒട്ടും തന്നെ മോശമല്ലെന്ന് ഞാൻ പറയാൻ കാരണം അതിനകത്തും AMOLED ഡിസ്പ്ലേ 1.5K തന്നെയാണ് വരുന്നത്. Dimensity 2450 പ്രോസസറുണ്ട്, 6200 mAh ബാറ്ററി, 80 വാട്ട് ചാർജിങ്, 200 MP ക്യാമറ സെറ്റപ്പൊക്കെ ഉണ്ട്. ബാറ്ററിയിലും ക്യാമറയിലും ഒന്നും കോംപ്രമൈസ് ഇല്ലാണ്ടാണ് ഈ മിനിയും കൊണ്ടുവരാൻ പോകുന്നത്. സോ റെനോ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതിൽ അടിപൊളി ഫോണുകളാണ് ഇത്തവണ ഇറങ്ങാൻ പോകുന്നത്. സോ ഓപ്പോ ഫാൻസ് ഒക്കെ തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യാം. ജനുവരി പകുതിയോടുകൂടി ഇത് ലോഞ്ച് ആവും. ഇനി റെഡ്മി ഫാൻസ് ആണെങ്കിൽ ഒരിത്തിരി വേണമെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം. കാരണം ഈ മാസം ജനുവരിയിൽ എങ്ങനെ പോയാലും റെഡ്മി നോട്ട് 15 ഇറങ്ങും. 15 പ്രോയും പ്രോ പ്ലസും വന്നിട്ട് ജനുവരി അവസാനമോ അല്ലെങ്കിൽ ചിലപ്പോൾ ഫെബ്രുവരിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. എന്നാലും എല്ലാം നിയർ ഫ്യൂച്ചറിലാണ്. സോ നോട്ട് സീരീസ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് അടിപൊളിയായിട്ടുമായിരിക്കും. വെയിറ്റ് ചെയ്യുക. നോട്ട് 15 വന്നിട്ട് ജനുവരി തന്നെയാണ്. അതിൽ 6.7 ഇഞ്ച് വരുന്ന ഫുൾ HD കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ്. 6 Gen 3 പ്രോസസർ, 5520 mAh ബാറ്ററി, 45 വാട്ട് ചാർജിങ്, 108 MP ക്യാമറ, 20 MP ഫ്രണ്ട് ക്യാമറ ഒക്കെ ആയിട്ട് 20,000 റേഞ്ചിൽ പതിവ് പോലെ ഇറങ്ങും. അത്യാവശ്യം നല്ലൊരു ഫോൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. മോസ്റ്റ് വാല്യൂ ഫോർ മണി എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കരുത്. ഇവരുടെ ഫോണുകൾ ഇപ്പോൾ ഓഫ്ലൈൻ ഷോപ്പുകളിൽ കൂടി ഫോക്കസ് ചെയ്യുന്ന ഫോണുകളായതുകൊണ്ട് റെഡ്മി നോട്ട് സീരീസ് പഴയ പോലെയല്ല. ബട്ട് തീർച്ചയായിട്ടും നല്ല ക്യാമറയൊക്കെയുള്ള റെഡ്മി ഫാൻസിന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു സെറ്റപ്പ് ആയിരിക്കും. ഇതിന്റെ പ്രോയും പ്രോ പ്ലസും നല്ല സ്പെക്കാണ് കേൾക്കുന്നത്. ബട്ട് ചിലപ്പോഴേ ജനുവരിയിൽ ഉണ്ടാവും, ചില ഫെബ്രുവരി ആദ്യ ഭാഗത്തേക്ക് പോയേക്കാം. 15 പ്രോയിൽ 1.5K കർവ്ഡ് AMOLED ഡിസ്പ്ലേ, Dimensity 400 അൾട്ര, 6580 mAh ബാറ്ററി, 200 MP ക്യാമറ സെറ്റപ്പ് ഒക്കെയാണ് പ്രോയിൽ വരുന്നത്. പ്രോ പ്ലസിൽ 1.5K AMOLED ഡിസ്പ്ലേ, 7 Gen 4 പ്രോസസർ, 6500 mAh ബാറ്ററി, 100 വാട്ട് ചാർജിങ്, 200 MP മെയിൻ ക്യാമറ, 32 MP സെൽഫി ക്യാമറ ഒക്കെ വെച്ചുകൊണ്ട് ഒരു അത്യാവശ്യം നല്ല സെറ്റപ്പിലാണ് ഇതും വരുന്നത്. ഇതൊക്കെ ആയാലും ഒരു ഓഫ്ലൈൻ ഫോണുകൾ, നമ്മുടെ വിവോയുടെയും ഓപ്പോയുടെയും പണ്ട് ഫോണുകൾ എടുക്കാറുള്ളൂ. ഓഫ്ലൈൻ ഫോണുകൾ എന്ന് പറയുമ്പോൾ അത്ര ഒരു വാല്യൂ ഫോർ മണി തോന്നാത്തൊരവസ്ഥ, ആ ഒരു അവസ്ഥയിലുള്ള ഫോണുകളാണ്. ബട്ട് അത്യാവശ്യം ഓൾറൗണ്ടർ എന്ന രീതിയിൽ എല്ലാവർക്കും ഷോപ്പിൽ പോയിട്ട് നൈസായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല ഫോണുകളായിരിക്കും. ഇനി ഇതിനകത്തൊരു സ്പെഷ്യൽ ലോഞ്ച് ഉണ്ട്. പോക്കോയുടെ M8 എന്ന് പറഞ്ഞാൽ ഈ റെഡ്മി നോട്ട് 15 ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ആ സെയിം സാധനമാണ്. ചെറിയ എന്തെങ്കിലും ഒരു ട്യൂക്ക് ചെയ്തുകൊണ്ട് ഇവർ M8 എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങും. M8 പ്രോയും വരുന്നുണ്ട്. പോക്കോയുടെ M സീരീസ് ആണ്. അതിൽ M8 നല്ല വാല്യൂ ഫോർ മണി ആയിരിക്കും എന്നുള്ളതിൽ തർക്കമില്ല. M8 പ്രോയും ഇതിൻ്റെ കൂട്ടത്തിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. M8 റെഡ്മി നോട്ട് 15 തന്നെയാണ്. M8 പ്രോയിലേക്ക് വരുമ്പോൾ 1.5K AMOLED ഡിസ്പ്ലേ, 7 Gen 4 പ്രോസസർ, 6500 mAh ബാറ്ററി, 100 വാട്ട് ചാർജിങ്, 50 MP ക്യാമറ സെറ്റപ്പ് ഒക്കെ ആയിട്ടാണ് ഇത് വരുന്നത്. ഇത് ഏകദേശം നമ്മുടെ റെഡ്മി നോട്ട് 15 പ്രോ പ്ലസിന്റെ സ്പെക്ക് അല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നും. ആണ്. ബട്ട് പോക്കോ ഒന്നും കൂടി വാല്യൂ ഫോർ മണി ആക്കും കാര്യങ്ങളെ എന്നുള്ളത് നമുക്കറിയാം. സോ M സീരീസ് ഇറങ്ങുന്നുണ്ട്. 20,000 താഴെ 15,000 താഴെയൊക്കെ ആയിട്ട് രണ്ടും വരുമ്പോൾ അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണി റെഡ്മി ഫോണുകളുടെ ഒരു എക്സ്പീരിയൻസ് ഈ പോക്കോ M സീരീസിൽ കിട്ടും. ഇനി സാംസങ് ഒരു സ്പെഷ്യൽ കാര്യം ചെയ്യുന്നുണ്ട്. 2 സ്പെഷ്യൽ കാര്യങ്ങൾ. ഒന്ന് വന്നിട്ട് S26 സീരീസ് അവർ ജാനുവരിയിൽ ലോഞ്ച് ചെയ്യുന്നില്ല, ഫെബ്രുവരിയിലേക്ക് മാറ്റി എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. ജനുവരിയിൽ വരുമെന്നൊക്കെ ആയിരുന്നു പറഞ്ഞ് കേട്ടിരുന്നത്. ഫെബ്രുവരിയിലാണ് അവരുടെ ലോഞ്ച്. സോ ഇത്തവണ എന്തായാലും ഫെബ്രുവരിയിലാണ്, ജനുവരിയിൽ ഇല്ല. ആ പ്രതീക്ഷ വേണ്ട.
ഓക്കെ, അപ്പോൾ അത് തീരുമാനമായല്ലോ, അത് അവിടെ ഇരിക്കട്ടെ. രണ്ടാമത്തെ ഒരു സ്പെഷ്യൽ കാര്യം ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000 രൂപയ്ക്ക് അവരൊരു നല്ല ഫോൺ ഇറക്കുന്നു. സാധാരണഗതിയിൽ ഞാൻ 10,000 രൂപയ്ക്ക് സാംസങ്ങിൻ്റെ ഫോൺ എടുക്കേണ്ട എന്ന് പറയാറുള്ളതാണ്. ബട്ട് ഈ ഫോണിൻ്റെ സ്പെക്ക് കണ്ടിട്ട് അത്യാവശ്യം നല്ലതാണ്. ഇതിൻ്റെ ഡിസൈനും മറ്റു കാര്യങ്ങളൊക്കെ കയ്യിൽ കിട്ടുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. പക്ഷേ സ്പെക്ക് 6.7 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് 120 ഹെർട്സിൻ്റെ LCD ഡിസ്പ്ലേ ആണ്. Dimensity 6300 പ്രോസസർ, 6000 mAh ബാറ്ററി, 50 MP ക്യാമറ, One UI 8, 6 ഇയർ OS അപ്ഡേറ്റ് ഒക്കെ ആയിട്ട് 10,000 രൂപയ്ക്ക് ഒരു സാംസങ് ഫോൺ ഇറങ്ങുകയാണ്. ഞാൻ പൊതുവേ സാംസങ്ങിൻ്റെ ഫോണുകൾ 10,000 രൂപ എടുക്കണമെന്ന് പറയാറുണ്ടെങ്കിലും ഇങ്ങനെയാണ് ഇത് വരുന്നതെങ്കിൽ നിങ്ങൾ സാംസങ്ങിൻ്റെ ഫോണേ എടുക്കൂ എന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തരാനുള്ള എല്ലാ ശേഷിയും ഈ ഒരു ഫോണിൽ കാണുന്നുണ്ട്. ക്യാമറയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം, അതിനുശേഷം മാത്രം തീരുമാനിച്ചാൽ മതി. എങ്കിലും സ്പെക്ക് വൈസ് സാംസങ് ഒരു നല്ല ഫോൺ ഇറക്കുന്നു 10,000 രൂപയ്ക്ക് എന്ന് തീർച്ചയായിട്ടും പറയാം. ഇനി മറ്റൊരു സംഭവമാണ്, ഒരുപാട് എക്സൈറ്റ്മെൻറ്റോട് ആൾക്കാർ പറയുന്ന ഒരു സംഭവമാണ് OnePlus 15T അല്ലെങ്കിൽ OnePlus Turbo എന്നൊക്കെ പറയുന്ന ഫോൺ. ഈ ഫോണിൽ മെയിൻ ഘടകമായിട്ട് ആൾക്കാർ പറയുന്നത് നല്ല പെർഫോമൻസിൻ്റെ ഒപ്പം ബാറ്ററി വന്നിട്ട് 9000 mAh ബാറ്ററി ഉണ്ടാവുമെന്ന് പറയും. അപ്പോൾ ഞാനും കൊള്ളാലോ, അടിപൊളി. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഒന്ന് സെർച്ച് ചെയ്തപ്പോഴാണ് 8000 mAh ആയിരിക്കാൻ സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു. പിന്നെ ഒന്നും കൂടി സെർച്ച് ചെയ്തപ്പോഴാണ് 7300 ആവാം എന്നും കേൾക്കുന്നു. പിന്നെ 7000 എന്നും പറയുന്നു. സോ ബാറ്ററിയാണ് ഇതിൻ്റെ മെയിനായിട്ട് പറയുന്നത്. ഇതിപ്പോൾ ഏത് MAHൽ വരുമെന്നുള്ള കാര്യം എനിക്കറിയില്ല. 9000, 8000, 7000, 7300 എന്നൊക്കെ പറയുന്നുണ്ട്. മോസ്റ്റ് പ്രോബ്ലി 7300 mAhൻ്റെ ബാറ്ററി വെച്ചുകൊണ്ട് വരാനേ സാധ്യതയുള്ളൂ. കൂടുതൽ സൈസിൽ വരികയാണെങ്കിൽ അതൊരു ഗംഭീര അടിപൊളി ബാറ്ററി ലൈഫ് ഉള്ളൊരു ഫോണാവാം. OnePlus 15T അല്ലെങ്കിൽ OnePlus Turbo, ഇതാണ് അതിൻ്റെ പേര് വരാൻ പോകുന്നത്. പിന്നെ ഇതിൽ ബാക്കി 8S Gen 4 പ്രോസർ, 1.5K OLED ഡിസ്പ്ലേ, 144 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ്, 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്, അങ്ങനെയുള്ള ഘടകങ്ങളൊക്കെയാണ്. ബാക്കി എല്ലാ ഘടകങ്ങളും നല്ലതാണ്. ഒട്ടനവധി നല്ല ഫീച്ചറുകളും ഉണ്ടാവില്ലേ, മൈൻഡ് സ്പേസ് ഒക്കെ നല്ല സംഭവമാണ്. സോ 15Tക്ക് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അടുത്ത മാസം നിൽക്കൊന്ന് വെയിറ്റ് ചെയ്താൽ തരക്കേടില്ല. OnePlus ഫാൻസ് ആണെങ്കിൽ വില കുറയുമെന്നുള്ളതാണ്. 15R ഒന്നും വില വരില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി വിവോയുടെ ഫാൻസിന് 1, 2, 3 നല്ല ഫോണുകൾ കേൾക്കുന്നുണ്ട് ഇപ്പോൾ. അതായത് ഒന്ന് വന്നിട്ട് വിവോ S200T ആണ്. നല്ല സ്പെക്ക് ഒക്കെയാണ്. 1.5K AMOLED ഡിസ്പ്ലേ, Dimensity 9400 പ്ലസ്, 6200 mAh ബാറ്ററി, 90 വാട്ട് ചാർജിങ്, 50 MP ക്യാമറ, 32 MP ഫ്രണ്ട് ക്യാമറ എന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം നല്ലൊരു സെറ്റപ്പാണ്. കൂടുതൽ കൺഫർമേഷൻ ഒന്നുമില്ല, ഇങ്ങനെ ഒരെണ്ണം വരുമെന്ന് പറയുന്നു. വരട്ടെ, നോക്കാം. എന്നാൽ ഇവിടെ ഏകദേശം ഉറപ്പുള്ളൊരു കാര്യം എന്ന് പറയുന്നത് വിവോയുടെ V സീരീസ് ആണ്. V70 സീരീസ് ഇറങ്ങുന്നുണ്ട്. അത് വന്നിട്ട് അത്യാവശ്യം നല്ലതായിരിക്കും. V70 1.5K ഫ്ലാറ്റ് AMOLED ഡിസ്പ്ലേ, Snapdragon 7 Gen 4 പ്രോസർ, 6500 mAh ബാറ്ററി, 100 വാട്ട് ചാർജിങ്, IP69, 50 MP ക്യാമറ, 50 MP ഫ്രണ്ട് ക്യാമറയൊക്കെ ആയിട്ട് ഒരു 35-36 റേഞ്ചിൽ ഇത് വരുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വിവോയുടെ ഫോണുകൾ പൊതുവെ ക്യാമറയ്ക്ക് നല്ലതാണ്. സോ ക്യാമറ ഫോൺ നോക്കുന്നവർ ആ പ്രൈസിലാണ് നോക്കുന്നെങ്കിൽ ഈ ഫോണിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുന്നതിൽ തരക്കേടില്ല. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ വരും. ക്യാമറ സാമ്പിളൊക്കെ ഞാൻ കാണിച്ചു തരാം. കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചൂസ് ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ കൂടുതൽ പറയുന്ന ഒരു സംഭവമാണ് വിവോ V70 Lite. ഇത് വന്നിട്ട് കുഴപ്പമുണ്ടാവില്ലെന്നൊക്കെ പറയും. നോക്കാം, അത് വന്നാൽ തന്നെ അറിയുള്ളൂ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം. ഇതിൽ AMOLED ഡിസ്പ്ലേയും, Dimensity 9500 ഈ പ്രോസസ്സർ, 7000 mAh ബാറ്ററി, 100 വാട്ട് ചാർജിങ്, പിന്നെ 50 MP ഫ്രണ്ട് ക്യാമറ, ബാക്ക് ക്യാമറ ഒക്കെ ആയിട്ടുള്ള ഒരു സെറ്റപ്പ് ഒക്കെയാണ് ഇതിൽ കേൾക്കുന്നത്. സോ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം, വരട്ടെ. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഒരു ഫോണിൻ്റെ കാര്യം പറയാനുള്ളത് AI+ എന്ന് പറയുന്നത് നമ്മുടെ മാധവസത്തിൻ്റെ ബ്രാൻഡ് അറിയാലോ. AI+ ഫോണൊക്കെ അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അവർ ഫ്ലിപ്പ് ഫോൺ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഫ്ലിപ്പ് ഫോൺ ഓൾറെഡി മാർക്കറ്റിൽ അധികം ആരും എടുക്കുന്നില്ല. സക്സസ്സും അല്ല ഈ സംഭവം. സക്സസ് അല്ല എന്നല്ല, അധികം ആരും അങ്ങനെ എടുത്ത് യൂസ് ചെയ്യുന്നത് കാണുന്നില്ല. അപ്പോൾ ഇവർ ഈ ഒരു ബ്രാൻഡ് തുടങ്ങിയ വഴിക്ക് തന്നെ ഫ്ലിപ്പ് കൊണ്ടിറക്കിയിട്ട് സെയിലില്ലാത്തൊരവസ്ഥ വന്നാൽ എന്താവും എന്നുള്ളതാണ്. നോക്കാം. എന്തായാലും ഇവരുടെ ഒരു ഫ്ലിപ്പ് ഫോൺ വരുന്നുണ്ട്. See you on the flip side എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പരസ്യമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വില വളരെയധികം കുറച്ച് കൊണ്ടുവരുമെന്നുള്ള കാര്യം അറിയില്ല കേട്ടോ. ഫ്ലിപ്പ് ഫോണൊക്കെ എടുക്കാൻ ആൾക്കാർക്ക് ഇഷ്ടമാണ്, പക്ഷേ വില കൂടുതലുകൊണ്ടാണ് പലരും ഈ ഫ്ലിപ്പ് ഫോണൊക്കെ എടുക്കാത്തത്. ബട്ട് ഇത് വന്നിട്ട് വില കുറച്ചിറക്കിയാൽ സംഗതി വ്യത്യസ്തമാകും. സോ അത്രയുമാണ് പ്രധാനമായിട്ട് നമുക്ക് ഏറെക്കുറെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഫോണുകളെ കുറിച്ചാണ്. ഈ ജനുവരിയിൽ ലോഞ്ച് ചെയ്യുന്ന രീതിയിൽ കേട്ടിട്ടുള്ളത് ഈ ഫോണുകളൊക്കെയാണ്. ഇത് കൂടാതെ ലാവയുടെ, അതേപോലെ ഇൻഫിനിക്സിൻ്റെ, മോട്ടോയുടെ എഡ്ജ് 70 ഫ്യൂഷൻ ഒക്കെ ജനുവരിയിൽ വരും എന്നുള്ള വാർത്തയുണ്ട്. പക്ഷേ വലിയ കൺഫർമേഷൻ ഒന്നുമില്ല. ഞാൻ മൊത്തത്തിലൊന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇല്ല, ഇതിനെക്കുറിച്ച് വിവരമൊന്നുമില്ല. ജനുവരിയിൽ ലോഞ്ച് ചെയ്യും എന്ന തരത്തിലുള്ള വിവരങ്ങളൊന്നുമില്ല. ഫെബ്രുവരി മാർച്ചിലൊക്കെ കാണാം. പക്ഷേ എന്നാലും വേണമെങ്കിൽ എഡ്ജ് 70 ഫ്യൂഷൻ ഒന്ന് പ്രതീക്ഷിച്ചോളൂ, ഉറപ്പൊന്നുമില്ല. സോ അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ജനുവരി മാസത്തിൽ വരാൻ പോകുന്ന ഫോണുകൾ. അത്യാവശ്യം നല്ല ഫോണുകൾ ഒരുപാട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആലോചിച്ച് നോക്കുക. താല്പര്യമുള്ള ഫോണുകളൊക്കെ ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ വരും. കണ്ടു നോക്കിയിട്ട് മാത്രം ഒരു തീരുമാനം എടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അത്രയുമാണ് നമ്മുടെ അപ്കമിംഗ് ഫോൺസിൻ്റെ വീഡിയോ. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.